ഏവർക്കും പുതുഞായറിൻ്റെയും ദൈവകരുണയുടെയും തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുന്നു. വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ വിശ്വാസ സത്യത്തെയാണ് നമ്മളിന്ന് പ്രത്യേകമായിട്ട് അനുസ്മരിക്കുക. നമ്മെ സംബന്ധിച്ച് വിശ്വാസ ജീവിതത്തിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തിയ കാരണക്കാരനാണ് വിശുദ്ധ തോമാസ് ശ്ലീഹ. ഭാരതത്തിൽ വരികയും ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുകയും ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുകയും ചെയ്ത വിശുദ്ധ തോമാസ് ശ്ലീഹ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്നുള്ള വിശ്വാസ സത്യത്തിലൂടെ നമ്മളെല്ലാവരെയും വിശ്വാസത്തിലേക്ക് കൈപിടിച്ച് നടത്തി. തീർച്ചയായിട്ടും ആ തിരുനാൾ ആഘോഷം നമുക്ക് ഒരുപാട് സന്തോഷം തരുന്നൊരു വേദിയാണ്. പക്ഷെ എപ്പോഴും വിശുദ്ധ തോമാസ് ശ്ലീഹാനെ അനുസ്മരിക്കുമ്പോൾ അത്ര സന്തോഷം നിറഞ്ഞ ഓർമ്മകളല്ല നമുക്ക് കിട്ടുന്നത്. പ്രത്യേകിച്ച് നമ്മളിന്ന് വായിച്ച് ധ്യാനിച്ച് കേട്ട സുവിശേഷ ഭാഗത്തിലൊക്കെ തോമാസ് ശ്ലീഹ ഒരു സംശയാലുവാണ്. ഡൗട്ട് തോമ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പിടിവാശി അല്ലെങ്കിൽ നിർബന്ധക്കാരൻ എന്നൊക്കെ ഉള്ള വിശേഷണങ്ങൾ വിശുദ്ധ തോമാസ് ശ്ലീഹയ്ക്ക് നമ്മൾ ചാർത്തി കൊടുക്കുന്നുണ്ട്. അതൊന്നും നമ്മുടെ സാധാരണ കാര്യങ്ങളിൽ അത്ര നല്ലതായിട്ട് നമ്മൾ പരാമർശിക്കുന്ന കാര്യങ്ങളല്ല. മറ്റൊന്ന്, തോമാസ് ശ്ലീഹ ഈ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടി വന്നത് ആദ്യത്തെ തവണ ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ തോമാസ് ശ്ലീഹ അവിടെ കൂട്ടത്തിലുണ്ടായിരുന്നില്ല. അപ്പം ഈ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ടും ഒരു വാശിക്കാരനാണ് അല്ലെങ്കിൽ നിർബന്ധ ബുദ്ധിക്കാരനാണ്, കൂട്ടത്തിലുണ്ടായിരുന്നില്ല എന്നുള്ള കാരണങ്ങളാലൊക്കെ തന്നെ വിശുദ്ധ തോമാസ് ശ്ലീഹായെ നമ്മൾ അത്ര നല്ലതല്ലാത്ത ചില ചിത്രങ്ങളും നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരും. പക്ഷേ ഈ രണ്ട് കാര്യങ്ങൾക്കും വളരെ പോസിറ്റീവായിട്ടുള്ള വിശദീകരണങ്ങളും കൊടുക്കാറുണ്ട്. അതിങ്ങനെയാണ്. ഒന്നാമത്തേത്, വിശുദ്ധ തോമാസ് ശ്ലീഹ കൂട്ടത്തിലുണ്ടായിരുന്നില്ല. നമ്മളിതിനു മുമ്പ് സുവിശേഷങ്ങളിൽ കണ്ടുമുട്ടുന്നുണ്ട്. അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം എന്ന് ഗുരുവിന് വേണ്ടി ഗുരുവിൻ്റെ പിന്നാലെ ജീവൻ കളഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ള ദൃഢനിശ്ചയത്തോടെയുള്ള ഒരു തോമാസ് ശ്ലീഹാനെ മറ്റു 11 പേരേക്കാൾ ദൃഢവിശ്വാസത്തോടു കൂടി ആ വിശ്വാസം ഏറ്റുപറയുന്ന തോമാസ് ശ്ലീഹായെ നമ്മൾ കാണുന്നുണ്ട്. അത്ര ധൈര്യശാലിയായിട്ടുള്ള വിശുദ്ധ തോമാസ് ശ്ലീഹ ഈശോയുടെ മരണശേഷവും പേടിച്ചിരിക്കില്ല. പുള്ളി പുറത്തിറങ്ങും, പുറത്തേക്ക് പോകും, ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഇല്ലാതെ പോയത്. മറ്റൊന്ന്, ഈ തോമാസ് ശ്ലീഹ പിടിവാശി പിടിച്ചു അല്ലെങ്കിൽ നിർബന്ധം പിടിച്ചു എന്നുള്ളതാണ്. അത് ശരി തന്നെയാണ്. പക്ഷേ നമ്മൾ ഇതിൻ്റെ ഏറ്റവും പരിണിത ഫലമായിട്ട് കാണുന്നത് ഒരു ദൈവാനുഭവം സ്വന്തമാക്കാൻ, വളരെ ശക്തമായിട്ടുള്ളൊരു ദൈവാനുഭവം സ്വന്തമാക്കാൻ തോമാസ് ശ്ലീഹായ്ക്ക് സാധിച്ചു. അത് ആദ്യത്തെ തവണ അവിടെ ഉണ്ടായെങ്കിൽ ഒരുപക്ഷെ എല്ലാ ശിഷ്യന്മാർക്കും കിട്ടിയതുപോലെയുള്ള ഒരു അനുഭവം മാത്രമായിരിക്കും കിട്ടുക. പക്ഷേ ഇത്ര ആഴത്തിലുള്ള വിശ്വാസത്തിലേക്ക് കടന്നു വരാനും ഇന്ത്യയിലേക്കൊക്കെ യാത്ര ചെയ്യാനും 20 വർഷത്തോളം ഇന്ത്യയിൽ വിശ്വാസം പകർന്നു കൊടുക്കാനും അവസാനം ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിയാകാനൊക്കെ സാധിച്ചത് ഈ ആദ്യത്തെ തവണ അവിടെ ഇല്ലാതെ പോവുകയും രണ്ടാമത്തെ തവണ കൂടുതൽ വിശ്വാസത്തിലേക്ക് ആഴപ്പെടുകയും ചെയ്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെയും വളരെ പോസിറ്റീവായിട്ട് നമുക്ക് നോക്കിക്കാണാം. എന്താണ് ഈ പുതുഞായർ തിരുനാൾ വിശുദ്ധ തോമാസ് ശ്ലീഹ നമുക്ക് തരുന്ന സന്ദേശം? അത് ഇത്രയുമാണ്. ചില നിർബന്ധങ്ങൾ, ചില പിടിവാശികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നല്ലതാണ്. അത് ദൈവാനുഭവത്തിലേക്കും നന്മയിലേക്കും സന്തോഷത്തിലേക്കും നമ്മൾ നയിക്കുന്നുണ്ടെങ്കിൽ. പക്ഷേ എപ്പോഴും സാധാരണമായിട്ടുള്ള അർത്ഥത്തിൽ നമ്മൾ ഈ പിടിവാശികളെ, നിർബന്ധങ്ങളെ, ചില കാര്യങ്ങളിൽ നിന്ന് വാശി പിടിച്ച് പിന്മാറാതെ നിൽക്കുന്നതൊക്കെ നമ്മൾ മോശമായിട്ടാണ് കരുതുന്നത്. എപ്പോഴും അത് നല്ല അർത്ഥത്തിലല്ല ഉപയോഗിക്കുന്നത്. പക്ഷേ നന്മയിലേക്ക് നയിക്കുന്ന ദൈവാനുഭവം സ്വന്തമാക്കാൻ നമ്മെ സഹായിക്കുന്ന, സന്തോഷം നൽകുന്ന പിടിവാശികൾ ജീവിതത്തിൽ വേണം. എന്നാൽ മാത്രമാണ് നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റുകയുള്ളൂ. ഈ തോമാസ് ശ്ലീഹായുടെ പിടിവാശിക്ക് മറ്റൊരു നന്മയും കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, തോറ്റുപോയിടത്തു നിന്നാണ് തോമാസ് ശ്ലീഹ വിജയിച്ച് കയറുന്നത്. കാരണം ആദ്യത്തെ തവണ തോമാസ് ശ്ലീഹയ്ക്ക് നഷ്ടപ്പെടുകയാണ് ദൈവാനുഭവം. ക്രിസ്തുവിനെ നേരിട്ട് കാണാനുള്ള അവസരം, ഉദ്ധിതനായ ക്രിസ്തുവിനെ അനുഭവിച്ചറിയാനുള്ള അവസരം. അവിടെ തോറ്റുപോയി പരാജിതനായി നിൽക്കുകയാണ്. ശിഷ്യന്മാർ ചിലപ്പോൾ ഒരുപാട് കളിയാക്കിയിട്ടുണ്ടാവും. പക്ഷെ അവിടെയാണ് തോമാസ് ശ്ലീഹ വാശി കാണിക്കുന്നതും രണ്ടാമത് തോമാസ് ശ്ലീഹായോടുള്ള സ്നേഹത്താൽ അവൻ്റെ വാശി മൂലം രണ്ടാമത് പ്രത്യക്ഷപ്പെടുകയും അവന് ദൈവാനുഭവം കൊടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അത് കൂടുതൽ മധുരമുള്ള ഒരു വിജയമായിട്ട് മാറുകയാണ്. തോറ്റെടുത്തിൽ നിന്ന് വിജയിക്കുന്നു, അത് കൂടുതൽ മധുരമുള്ളതായിട്ട് തീരുകയാണ്. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഇത്രയും സന്ദർഭങ്ങൾ ഒരുപാടുണ്ട്. നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് അങ്ങനെയുള്ള വ്യക്തികളെ. ചില കുട്ടികൾ അത്യാവശ്യം പരീക്ഷയ്ക്ക് പഠിക്കും, മുന്നോട്ട് പോകും. ചില വിഷയത്തിനൊക്കെ അവരൊന്ന് തോറ്റുപോയാൽ പിന്നെ അവരുടെ ഒറിജിനൽ കപ്പാസിറ്റി നമ്മൾ കാണും. കാരണം പിന്നെയാണ് അവന് മര്യാദയ്ക്ക് പഠിച്ചു തുടങ്ങുന്നത്. മറ്റു ചിലരൊക്കെ ജോലിയൊക്കെ അന്വേഷിച്ച് കുറേ നടക്കും. ഒരുപാട് ഇൻ്റർവ്യൂസിന് ചിലപ്പോൾ വർഷങ്ങളും മാസങ്ങളൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ടുണ്ടാവും. പക്ഷെ അവർ നിരാശരാകാതെ പിന്നെയും പരിശ്രമിച്ച് അവസാനം അവർ ജോലി സ്വന്തമാക്കും. അത് അവരുടെ ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും നല്ല ജോലിയായിരിക്കും. ഏറ്റവും മികച്ചത് അവർ നേടിയെടുക്കും.
ഇപ്പൊ തോറ്റുപോയിടത്തുനിന്ന് പിടിച്ചു കയറുന്നവരെ, വിജയിച്ച് കാണിക്കുന്നവരെ ലോകം എപ്പോഴും അംഗീകരിക്കുന്നുണ്ട്. അത്തരം വിജയങ്ങൾക്ക് സാധാരണ വിജയങ്ങളെക്കാൾ കൂടുതൽ സൗന്ദര്യമുണ്ട്. ചില റിലേ മത്സരങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ബാറ്റൻ നിലത്ത് വീണു പോകുന്നു, അവിടെ നിന്ന് അത് രണ്ടാമതെടുത്ത് ഒരുപാട് പിന്നിൽ നിന്ന് ഓടിക്കയറി വിജയിക്കുന്ന മനുഷ്യരെ. അതൊക്കെ കാണാൻ തന്നെ, കൈയടിക്കാൻ തന്നെ എന്തൊരു രസമുള്ള കാര്യമാണ്. ചില ബന്ധങ്ങളിലും ഇങ്ങനെ കാണാം നമ്മൾ. ചില ബന്ധങ്ങളൊക്കെ ചില ചെറിയ ചെറിയ കാരണങ്ങളാലോ വലിയ കാരണങ്ങളാലോ നഷ്ടപ്പെട്ടു പോയിട്ട് തെറ്റ് മനസ്സിലാക്കി, തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി തിരികെ വരുമ്പോൾ തോറ്റെടുത്ത് നിന്ന് ആ ബന്ധത്തിന്റെ ആഴവും പരപ്പും വർദ്ധിക്കുന്നത്, അത് പണ്ടത്തേക്കാൾ അധികമായി തീക്ഷ്ണമായി ജീവിക്കുന്നത് എന്തൊരു രസത്തോടെ കൂടെയാണ് നമുക്ക് നോക്കി കാണാനാവുക. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലെല്ലാം ചില നല്ല പിടിവാശികൾ, നിർബന്ധ ബുദ്ധികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നല്ലതാണ്. അത് ആത്മീയ ജീവിതത്തിലായാലും ഭൗതിക ജീവിതത്തിലായാലും പിടിച്ചു കയറാനും വിജയിക്കാനും, തോറ്റെടുത്തു നിന്നും പ്രത്യാശയില്ലാതെ പോകുന്നിടത്തു നിന്നും വിജയിച്ച് കയറാൻ ചില നിർബന്ധ ബുദ്ധികൾ, ചില പിടിവാശികൾ നമ്മെ സഹായിക്കുന്നുണ്ട്. നന്മയുടേതായ എല്ലാ പിടിവാശികളും നിർബന്ധ ബുദ്ധിയും നമുക്ക് കൂടെ കൊണ്ട് നടക്കാം. അത് കൂടുതൽ സന്തോഷത്തിലേക്കും നന്മയിലേക്കും നമ്മെല്ലാവരെയും നയിക്കട്ടെ. ദൈവം എല്ലാവരെയും വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ പ്രത്യേക മധ്യസഹായത്താൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.